ട്യൂബൽ പ്രഗ്നൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. യൂട്രസിൻ്റെ അകത്ത് ഉണ്ടാവുന്നതിന് പകരം യൂട്രസിൻ്റെ പുറത്ത് പ്രഗ്നൻസി ആവുമ്പോഴാണ് നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അതിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേമാണ് ട്യൂബൽ പ്രഗ്നൻസി. കാരണം യൂട്രസിൻ്റെ പുറത്ത് ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന സ്ഥലം ഫലോപ്പിയൻ ട്യൂബിലാണ്. എല്ലാ പ്രഗ്നൻസീസും ഉണ്ടാവുന്നത് ഫലോപ്പിയൻ ട്യൂബിലാണ്. പക്ഷേ ട്യൂബിൻ്റെ ചലനശേഷി വഴി അത് പിന്നെ യൂട്രസിൽ വന്ന് ഇംപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ട്യൂബിൻ്റെ മോട്ടിലിറ്റി അഫക്റ്റഡ് ആയാലാണ് പ്രഗ്നൻസി ട്യൂബിൽ തന്നെ വളരാനും, പക്ഷേ ട്യൂബിന് അതിനുള്ള സ്പേസ് ഇല്ലാത്ത കാരണം അത് പൊട്ടാനും വയറിൻ്റെ ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ടാവാനും പേഷ്യൻറ്റിന് ഈവൻ ലൈഫിന് വരെയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സിംറ്റം എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റ് പെട്ടെന്ന് സിവിയർ അബ്ഡോമിനൽ പെയിൻ ആയിട്ട് വരാം, അല്ലെങ്കിൽ പെട്ടെന്ന് തലകറങ്ങി വരുന്നു, ഇങ്ങനെയൊക്കെ വരാം. ഇതറിയാനും കൂടി വേണ്ടിയാണ് നമ്മൾ പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ സ്കാൻ ചെയ്ത് നോക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വേദന വരുമോ അല്ലെങ്കിൽ അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും പ്രഗ്നൻസിയുടെ തുടക്കത്തിലുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്.